Warm greetings to all my viewers in the mighty name of our Lord and Savior Jesus Christ. നാം മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നാം ഇനി ദാസന്മാരല്ല, പുത്രന്മാരത്രേ. പുത്രന്മാരെങ്കിലോ ദൈവഹിതത്താൽ അവകാശികളും ആകുന്നു. And because we are His sons, God has sent the Spirit of His Son into our hearts. So now we can rightly speak of God as our dear Father. Now we are no longer slaves, but God's own sons. And since we are His sons, everything He has belongs to us, for that is the way God planned. Galatians chapter 4 verses 6 and 7. Dear sisters and brothers in Christ, പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള ആദ്യത്തെ ഈ ഞായറാഴ്ചയെ ദിവ്യസംഗീത ഞായർ ആയും ത്രിത്വ ഞായറായും നാം കണക്കാക്കുന്നു. ഞാൻ കർത്താവിനായി പാടും. ആരാണ് നമ്മുടെ കർത്താവ്? ആരാണ് നമ്മുടെ ദൈവം? നമ്മുടെ ദൈവം ഏകസത്യ ദൈവമാണ്. നാം ഏകദൈവ വിശ്വാസികളാണ്. എന്നാൽ ഈ ഏകത്വം ത്രിയേകത്വമാണ്, ട്രൈയൂണിറ്റി. ത്രിത്വം അഥവാ ട്രിനിറ്റി എന്ന വാക്കിനേക്കാൾ ത്രിയേകത്വം അഥവാ ട്രൈയൂണിറ്റി എന്ന വാക്കാണ് അഭികാമ്യമായത്. വിശുദ്ധ ബൈബിളിൽ ഈ വാക്കില്ല. ഇല്ലെങ്കിൽ തന്നെ ത്രിയേകത്വം വിശുദ്ധ ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തുന്നു. പിതാവാൻ ദൈവത്തെപ്പറ്റിയും പുത്രനാൻ ദൈവത്തെപ്പറ്റിയും പരിശുദ്ധാത്മാവാൻ ദൈവത്തെപ്പറ്റിയുമുള്ള വേദപുസ്തക വീക്ഷണമാണ് ത്രിയേകത്വം. ട്രൈയൂണിറ്റി ഏകദൈവ സിദ്ധാന്തമാണ്. ദൈവത്തിനൊരു നിർവചനം കൊടുക്കുവാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലുമില്ല. മനുഷ്യൻ്റെ ചിന്തയ്ക്കും ബുദ്ധിക്കും അതീതനാണ് ദൈവം. പിന്നെ എങ്ങനെയാണ് നാം ദൈവത്തെ മനസ്സിലാക്കുന്നത്? ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തുമ്പോഴാണ് അത് സാധ്യമാകുന്നത്. അതിനാൽ തന്നെ ത്രിയേകത്വം മനുഷ്യരുടെ സൃഷ്ടിയല്ല, വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തപ്പെട്ട സത്യമാണത്. ദൈവത്തിൻ്റെ ത്രിയേകത്വത്തെപ്പറ്റി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ തന്നെ വിപരീതങ്ങളായ പല ആശയങ്ങളും പഠിപ്പിക്കലുകളും നിലനിന്നിരുന്നു. ഇന്നും അത്തരം ആശയങ്ങൾ പലരും കൊണ്ടു നടക്കുന്നു. എന്നാൽ നാം വിശ്വസിക്കുന്നതും നാം വിശ്വസിക്കേണ്ടതും ദൈവം മനുഷ്യനോട് ഇടപെടുന്ന, അവനോട് സംസാരിക്കുന്ന, അവനെ കാണുന്ന, കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ത്രിയേകത്വം നമ്മെ ഗ്രഹിപ്പിച്ചത് യേശുക്രിസ്തുവാണ്. ദൈവത്തെ പിതാവ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. കെരൂബുകളും സറാഫുകളും പോലെയുള്ള ദൂതവൃന്ദങ്ങൾ ഭയഭക്തിയോടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് പോലും നോക്കുവാൻ കഴിയാതെ അവരുടെ ചിറകുകൾ കൊണ്ട് മുഖം മൂടി നിന്നിരുന്ന ആ ദൈവം സീനായി മലയിൽ ഇറങ്ങി മോശയോട് സംസാരിച്ച ആ ദൈവം ദൈവനിഷേധികൾക്കും ദൈവനിയമത്തിൽ നിലനിൽക്കാത്തവർക്കും തക്കതായ ശിക്ഷ കൊടുക്കുന്ന ആ ദൈവം യേശുക്രിസ്തുവിലൂടെ നമുക്ക് പിതാവായി തീർന്നു. എത്ര വലിയ ഒരു പദവിയാണ് പ്രിയ സഹോദരങ്ങളെ ദൈവം യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയത്. യേശുക്രിസ്തുവിനെ ആർ തങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി വിശ്വസിച്ച് ഏറ്റുപറയുമോ അവർക്ക് ദൈവം കൊടുക്കുന്ന പദവിയാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള ആ പദവി. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് ദൈവം പിതാവാകയാൽ ദൈവത്തിൻ്റെ മുമ്പിൽ
അവർ ഭക്തജനങ്ങളല്ല, അതിലുമുപരി മക്കളാണ്. ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദേ ആർ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ഗോഡ്. അങ്ങനെ വലിയ ഒരു പദവിയാണ് അവർക്ക് ലഭിക്കുന്നത്. എന്താണ് ഈ ത്രിയേകത്വം? ഗോഡ് ദ ഫാദർ അഥവാ പിതാവാം ദൈവം, ഗോഡ് ദ സൺ അഥവാ പുത്രനാം ദൈവം, ഗോഡ് ദ ഹോളി സ്പിരിറ്റ് അഥവാ പരിശുദ്ധാത്മാവാം ദൈവം എന്ന ഈ ദൈവ വെളിപ്പാട് യേശു ക്രിസ്തു തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് വിശുദ്ധനായ മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായം 19 വാക്യത്തിലാണ്. 18 മുതൽ ഞാൻ വായിക്കാം. യേശു അടുത്തു ചെന്ന് അവരോട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത നിയോഗമാണിത്. ഇതിനെ മഹാനിയോഗം എന്ന് പറയും. ദ ഗ്രേറ്റ് കമ്മീഷൻ ഓഫ് ഗോഡ്, ഗ്രേറ്റ് കമ്മീഷൻ ഓഫ് ജീസസ്. ഇവിടെ വിശുദ്ധ സ്നാനത്തെക്കുറിച്ചുള്ള കൽപ്പനയിലാണ് നാം ഇത് കാണുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും എന്നുള്ള ഭാഗം. ഇവർ 3 ദൈവങ്ങളല്ല, ഏക സാരാംശമുള്ള 3 വ്യക്തികളാണ്. 3 ഹൈപ്പോസ്റ്റാസിസ് ആൻഡ് 1 ഔസിയ. ഗ്രീക്ക് പദങ്ങളാണത്. അതായത് 3 ബീയിങ്സ് വിത്ത് 1 എസൻസ്. അവർ സമന്മാരാണ്. 3 വ്യത്യസ്തരായ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റായ ആളുകൾ. അതായത് പിതാവല്ല പുത്രൻ, പുത്രനല്ല പിതാവ്, പിതാവല്ല പരിശുദ്ധാത്മാവ്, പുത്രനല്ല പരിശുദ്ധാത്മാവ്. 3 വ്യക്തികളും തികച്ചും വ്യത്യസ്തരായ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റായ ആളുകളാണ്. 3 വ്യക്തികളാണ്. എന്നാൽ ഒരേ സത്തയുള്ളവരാണ്. കൺസബ്സ്റ്റാൻഷ്യൽ, അതായത് ഓഫ് വൺ ആൻഡ് ദ സെയിം സബ്സ്റ്റൻസ്. എന്താണ് ഈ സത്ത? ഈ സത്ത ദൈവത്വമാണ്, ഡിവിനിറ്റി. എന്താണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്വത്തിൻ്റെ പ്രത്യേകത? ദൈവം സർവശക്തനാണ്, ഓംനിപൊട്ടൻറ്റ്. ദൈവം സർവവ്യാപിയാണ്, ഓംനിപ്രസൻറ്റ്. ദൈവം സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ്, ഒംനീഷ്യൻറ്റ്. ദൈവം പരമാധികാരിയാണ്. ഗോഡ് ഈസ് സോവറിൻ ഗോഡ്. തെറ്റിക്കൂടാത്തവനാണ്, ഇൻഫാലിബിളാണ്. ഇങ്ങനെയുള്ള ഈ ദൈവത്വം അതിൻ്റെ പരിപൂർണതയിൽ ഈ 3 പേരിലും ഉണ്ട്. ദൈവത്വം ഒന്നായിരിക്കുന്നു, വ്യക്തിത്വം 3 നമുക്കറിയാം. കഴിഞ്ഞ ഞായറാഴ്ച പെന്തക്കോസ്തി പെരുന്നാളിൽ നാം വായിച്ചു കേട്ട ആ ഭാഗങ്ങളെല്ലാം തന്നെ ഈ ട്രയൂണിറ്റി അല്ലെങ്കിൽ ത്രിയേകത്വത്തെ പറ്റിയാണ് വ്യക്തമാക്കിയിരുന്നത്. നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ട്. അതെന്താണ് ഈ ത്രിയേകത്വം, ട്രയൂണിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ആ വായനകൾ നമ്മെ സഹായിച്ചു. ഇവിടെ ദൈവത്വത്തിൽ ഈ 3 പേർക്കും ദൈവത്വത്തിൽ ഇവർക്ക് ഏറ്റക്കുറച്ചിലില്ല, വലിപ്പച്ചെറുപ്പമില്ല. ഒറ്റ ദൈവത്വം. ഈ ഒറ്റ ദൈവത്വം 3 പേരിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത്? അതായത് 3 ഇൻഫിനിറ്റി ചേർന്നാൽ ഒരു ഇൻഫിനിറ്റി ആകുന്നത് പോലെയാണ്. 1 + 1 + 1 = 1. അപരിമേയനായ ദൈവം, അതായത് അനന്തത, അനന്തത 3 അനന്തത ചേർന്നാൽ അനന്തത.
അനന്തത മാത്രമാണ് ഫലം. ദൈവത്വം ഈ 3 പേരിലും ഒരുപോലെയാണ്. വൺ ആൻഡ് ദ സെയിം എസൻസ്. ഏറ്റക്കുറച്ചിലില്ലാതെ, വലിപ്പച്ചെറുപ്പമില്ലാതെ 3 പേരിലും നിക്ഷിപ്തമായിരിക്കുന്നു. അതായത് ദൈവത്വം അതിൻ്റെ സമഗ്രതയിൽ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും നിക്ഷിപ്തമായിരിക്കുന്നു. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവും ദൈവമാണ്. 3 പേരും ചേർന്നാൽ ഒറ്റ ദൈവമാണ്, 3 ദൈവങ്ങളല്ല. പ്രിയ സഹോദരങ്ങളെ, ഇതൊരു മിസ്റ്ററിയാണ്, മർമ്മം. അതായത് പിതാവുള്ളപ്പോഴേ പുത്രനുമുണ്ട്, പുത്രനുള്ളപ്പോഴേ പരിശുദ്ധാത്മാവുമുണ്ട്. They are coexistent. പുത്രൻ ഇല്ലാതിരുന്ന ഒരു കാലം ഇല്ലായിരുന്നു. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവും. സ്വയസ്ഥിതരാണ്, കോഎക്സിസ്റ്റന്റ്. അതുപോലെ തന്നെയാണ് കോ ഇറ്റേണലാണ്, സമനിത്യതയാണ് അവർക്കുള്ളത്. ട്രൈയൂണിറ്റിയിൽ അവർ എങ്ങനെയാണ്? ദേ ആർ യുണൈറ്റഡ് ഇൻ ലവ്, സ്നേഹത്തിൻ്റെ ഐക്യത. അതാണ് യേശുക്രിസ്തു യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഒരേ ബഹുമാനവും പുകഴ്ചയും മഹത്വവും ജ്ഞാനവും എല്ലാം ഈ 3 വ്യക്തികൾക്കും കുറവില്ലാതെ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്നു. സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 5 വേഴ്സ് 22. ദേ ആർ കോ ഈക്വൽ, സമതുല്യർ. 3 വ്യക്തികൾ കൂടി ചേർന്ന ട്രയൂണിറ്റി, ഒരുവൻ, ഏകൻ. നമുക്കറിയാം, ത്രിത്വം വെളിപ്പെട്ട പല സന്ദർഭങ്ങളും വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. കന്യകമറിയാമിൻ്റെ അടുക്കൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പ് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ കാര്യം നമുക്കറിയാം. സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 35. ദൂതൻ മറിയമ്മിനോട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവിടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആ 3 ആളുകളുടെ വ്യക്തിത്വങ്ങളുടെ വെളിപ്പാടാണ് നാം കണ്ടത്. അതുപോലെ യേശു യോർദാൻ നദിയിൽ സ്നാനമേറ്റ സമയത്ത് അവിടെയും ത്രിത്വത്തിൻ്റെ വെളിപ്പാടാണ് ഉണ്ടായത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുക്രിസ്തുവിൻ്റെ മേൽ ആവസിച്ചു. അവിടെയും നാം കണ്ടത് അതാണ്, ത്രിത്വത്തിൻ്റെ വെളിപ്പാട്. ആവർത്തന പുസ്തകം, അതായത് പഴയ നിയമത്തിൽ നാം കാണുന്നു, ചാപ്റ്റർ 6 വേഴ്സ് 4. യഹൂദന്മാരുടെ ക്ഷമാപ്രാർത്ഥനയാണത്. അതായത് ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാവുന്നു, യഹോവ ഏകൻ തന്നെ. ക്ഷേമ ഇസ്രായേൽ, അഡോനായ് എലോഹിനു, അഡോനായ് ഇഖാദ്. ഇവിടെ ഏകൻ എന്ന് പറഞ്ഞിരിക്കുന്ന പദം ഇഖാദാണ്. ഇഖാദ് ഈ എബ്രായ വാക്ക് ആബ്സല്യൂട്ട് സിംഗുലാരിറ്റി അല്ല, അത് ഒന്നിൽ കൂടുതൽ ചേർന്ന് വന്ന ഒരു സിംഗുലാരിറ്റിയാണ്, കൺഗ്ലോമറേറ്റ് ചെയ്ത ഒരു സിംഗുലാരിറ്റി. ഏകത്വം, ബോണ്ടഡ് ഇൻ ലവ്. പിതാവ് നിത്യപിതാവാണ്, പുത്രൻ നിത്യപുത്രനാണ്. കുരിശിൽ മരിച്ചത് പിതാവല്ല, കുരിശിൽ മരിച്ചത്
പുത്രനായ യേശു ക്രിസ്തുവാണ്. അതുപോലെ പുത്രൻ ദൈവസൃഷ്ടിയുടെ കാരണഭൂതനായ ആർക്കയോസ് ആണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു എന്ന്. ആരംഭകനാണ്, ബിഗിനർ ഓഫ് ക്രിയേഷൻ. അതായത് പുത്രനാം ദൈവം സൃഷ്ടാവാണ്, സൃഷ്ടിയല്ല. നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ നാം ഇത് തന്നെയാണ് ചൊല്ലുന്നത്. We believe in one true God, Father Almighty, creator of heaven and earth, and of all things visible and invisible, and in one Lord Jesus Christ, only begotten Son of God, born of the Father before all ages, light of light, true God from true God, begotten, not made, consubstantial with the Father, by whom all things were made. Consubstantial with the Father. യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്, പിതാവിനോടൊപ്പം സാരാംശമുള്ളവൻ. അതേ സാരാംശം. അവൻ സൃഷ്ടിയല്ല, ബിഗോട്ടൺ, നോട്ട് മെയ്ഡ്. സൃഷ്ടിയല്ല, അവൻ സൃഷ്ടാവാണ്. വിശുദ്ധ ബൈബിളിലെ തിരുവെഴുത്തുകളിൽ നിന്നും കടം കൊണ്ട ഈ ത്രിയേകത്വമാണ് ലോകമെമ്പാടുമുള്ള പ്രാചീന മതങ്ങളുടെയും പാഷാണ്ഡ മതങ്ങളുടെയും ദൈവസങ്കല്പങ്ങൾ. പക്ഷേ അടിമുടി തെറ്റിപ്പോയെന്ന് മാത്രം. ഉദാഹരണത്തിന് ഈ ത്രിമൂർത്തി സിദ്ധാന്തം. അതുപോലെ തന്നെ സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 28 വേഴ്സസ് 19-20, അവിടെ സകല ജാതികളെയും ശിഷ്യരാക്കുവാനും യേശുക്രിസ്തു അവരോട് പറയുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിച്ചത്? കർത്താവ് എന്താണ് ഈ ദൈവത്തെപ്പറ്റി അവരെ പഠിപ്പിച്ചത്? പിതാവാൻ ദൈവത്തെപ്പറ്റി, പുത്രനാം ദൈവത്തെപ്പറ്റി, ഈ പരിശുദ്ധാത്മാവാൻ ദൈവം, ഇവരാരാണ്? ഈ മൂന്ന് വ്യക്തിത്വങ്ങൾ ഉള്ള ഈ ദൈവം ആരാണ്? യേശുക്രിസ്തു പഠിപ്പിച്ച അതേ ലൈനിൽ അങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ. അതുകൊണ്ടാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു നാമമേ ഉള്ളൂ. അപ്പോൾ എന്താണോ യേശുക്രിസ്തു പഠിപ്പിച്ചത് അതേ ലൈനിൽ തന്നെ, ആ മാതൃകയിൽ തന്നെ വേണം നിങ്ങൾ സ്നാനപ്പെടുത്തുവാനും അതുപോലെ എല്ലാ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതുപോലെ വിശപ്പിനും ദാഹത്തിനും ഒക്കെ കൊടുക്കുമ്പോഴും അതേ നാമത്തിലാണ് ചെയ്യേണ്ടത്. അതാണ് യേശുക്രിസ്തു ഉദ്ദേശിച്ചത്. വിശുദ്ധ ബൈബിൾ ആദിയോടന്തം പ്രതിപാദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് വലിയവനായ ഈ ത്രിയേക ദൈവം അഥവാ ട്രയൂൺ ഗോഡ് മനുഷ്യനോട് ചരിത്രത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, ഇനിയും ഇടപെടുവാൻ പോകുന്നത് എന്നാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് സീനായി മലയിൽ ഇറങ്ങിയവനായ ഈ വിശുദ്ധനായ ദൈവം മോശയോട് സംസാരിച്ച ആ സംഭവത്തിൻ്റെ ഒരു ചെറിയ ഭാഗം പഴയ നിയമത്തിൽ നിന്നും എക്സോഡസ് ചാപ്റ്റർ 19 വേഴ്സസ് 16-22 നമുക്ക് നോക്കാം. 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി. ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിൻ്റെ അടിവാരത്ത് നിന്നു. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിൻ്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി.
കാഹളധ്വനി ദീർഘമായി ഉറച്ചുറച്ച് വന്നപ്പോൾ മോശ സംസാരിച്ചു. ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരമരുളി. യഹോവ സീനായി പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ ഇറങ്ങി. യഹോവ മോശയെ പർവ്വതത്തിൻ്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശ കയറി ചെന്നു. യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ജനം നോക്കേണ്ടതിന് യഹോവയുടെ അടുക്കൽ കടന്നു വന്നിട്ട് അവരിൽ പലരും നശിച്ചു പോകാതിരിപ്പാൻ നീ ഇറങ്ങിച്ചെന്ന് അവരോട് അമർച്ചയായി കൽപ്പിക്ക. അതായത് വിശുദ്ധനായ ദൈവത്തെ സമീപിക്കുവാൻ ജനം തങ്ങളെ തന്നെ ശുദ്ധീകരിക്കണമായിരുന്നു. ജനം പർവ്വതത്തോട് അടുക്കരുത്, ജനമോ അവരുടെ കന്നുകാലികളോ ഒന്നും പർവ്വതത്തെ തുടരുത്, അകന്നു നിൽക്കണം. ഇതെല്ലാം ഈ ദൈവം പറഞ്ഞിരുന്നു. കാരണം അത്രമാത്രം വിശുദ്ധനായ ഈ മഹാദൈവമാണ് ചരിത്രത്തിൽ ജനത്തോട് ഇടപെട്ടത്. പ്രിയ സഹോദരങ്ങളെ, ആ മഹാദൈവമാണ് നമ്മെ രക്ഷിക്കുവാൻ യേശുക്രിസ്തുവിൽ ഈ ഭൂമിയിലേക്ക് വന്നത്. ദൈവത്തിൻ്റെ ത്രിയേകത്വം അഥവാ ട്രയൂണിറ്റി വെളിപ്പെടുന്ന മറ്റൊരു വേദഭാഗമാണ് 2 Corinthians chapter 13 verses 11 to 14. പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ സമാപനമാണ് അവിടെ നാം കാണുന്നത്. എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ ആ ലേഖനം സമാപിപ്പിച്ചത്? എന്ത് ആശീർവാദമാണ് കൊരിന്തിലെ ജനങ്ങൾക്ക് കൊടുത്തത്? എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ അവരെ ആശീർവദിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. തീർച്ചയ്ക്ക് സഹോദരന്മാരെ, സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവീൻ, ആശ്വസിച്ചുകൊള്ളുവീൻ, ഏക മനസ്സുള്ളവരാകുവീൻ, സമാധാനത്തോടെ ഇരിപ്പീൻ. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവീൻ. വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. വേഴ്സ് 14. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. എത്ര വ്യക്തമായിട്ടാണ് ദൈവത്തിൻ്റെ ത്രിയേകത്വം അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും നിർമ്മിക്കപ്പെട്ട മനുഷ്യരാശി പാപത്തിൽ നിബന്ധിച്ചപ്പോൾ അവരെ വിടുവിച്ച് സ്വന്തം പുത്രീപുത്രന്മാരാക്കി തീർത്ത് തൻ്റെ രാജ്യത്തിൽ അവർക്കുള്ള അവകാശം പുനഃസ്ഥാപിച്ചു കൊടുക്കുവാൻ സ്നേഹവാനായ ഈ ത്രിയേക ദൈവം അഥവാ ട്രയൂൺ ഗോഡ് മനുഷ്യ ചരിത്രത്തിൽ നിർവഹിച്ച ദൈവനിർണയം വിശദമാക്കുന്ന വചനപാഠമാണ് അടുത്തത്. ഗലേഷ്യൻസ് ചാപ്റ്റർ 4 verses 1 to 7. But remember this, that if a father dies and leaves great wealth for his little son, that child is not much better off than a slave until he grows up, even though he actually owns everything his father had. He has to do what his guardians and managers tell him to until he reaches whatever age his father set. ലോകത്തിൽ നടപ്പുള്ള ഒരു കാര്യം ഗലാത്യയിലെ ജനങ്ങളോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. മറ്റൊരു വലിയ സത്യം പറഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടിയാണത്. എന്തായിരുന്നു പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്? അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്നാണ് പൗലോസ് പറഞ്ഞത്. പൗലോസ് അപ്പോസ്തലൻ മറ്റൊരു കാര്യം അവരോട് പറയുവാൻ ശ്രമിക്കുകയാണ്. വേഴ്സ് 3. And this is the way it was with us before Christ came. We were slaves to Jewish laws and rituals, for we thought they could save us. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിൻ കീഴ് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി
ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ദൈവം ജനത്തിന് ന്യായപ്രമാണം കൊടുത്തു, ലോ. അത് അനുഷ്ഠിച്ച് നേർവഴിക്ക് നടക്കുവാനായിട്ടാണ് കൊടുത്തത്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ന്യായപ്രമാണം അനുഷ്ഠിച്ച് നല്ലവരായി തീരുവാൻ കഴിഞ്ഞില്ലായിരുന്നു. അവർക്കതിന് സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് ദൈവം എന്താണ് ചെയ്തത്? കാലസമ്പൂർണതയിൽ ദൈവം യേശുക്രിസ്തുവിനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി അയച്ചു. അതായത് യഹൂദ ഗോത്രത്തിലേക്ക് അയച്ചു. ന്യായപ്രമാണം യേശു അവർക്ക് വേണ്ടി നിവർത്തിച്ചു. അവർക്ക് ചെയ്യുവാൻ കഴിയാതിരുന്നത് യേശു നിവർത്തിച്ചു. അവരെ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് വിമുക്തരാക്കി. അതാണ് യേശു ചെയ്തത്. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത്? ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. To buy freedom for us who were slaves to the law, so that he could adopt us as his very own sons. സ്വന്തം പുത്രന്മാരാക്കി തീർക്കുവാൻ. And because we are his sons, God has sent the Spirit of his Son into our hearts. So now we can rightly speak of God as our dear Father. യേശുക്രിസ്തുവിനെ പോലെ തന്നെ നമ്മെ ആക്കുവാനാണ്. പിതാവിനെ യേശുക്രിസ്തു വിളിക്കുന്നത് പോലെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ സ്വപുത്രൻ്റെ ആത്മാവിനെയാണ് നമ്മുടെ ഉള്ളിൽ തന്നത്. Now we are no longer slaves, but God's own sons. And since we are his sons, everything he has belongs to us, for that is the way God planned. ദൈവം പ്ലാൻ ചെയ്തതുപോലെ തന്നെ സംഭവിച്ചു. പ്രിയ സഹോദരങ്ങളെ, ത്രിയേക ദൈവം, ആ ട്രയൂൺ ഗോഡ്, മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി എന്താണ് ഈ ഭൂമിയിൽ ചെയ്തത്? അതാണ് നാം മനസ്സിലാക്കേണ്ടത്. യേശു ചെയ്ത ആ രക്ഷണ്യ പ്രവൃത്തി നാം വിശ്വസിച്ച് അത് സ്വീകരിച്ച് നാം യേശുവിനെ കൈക്കൊള്ളുമോ? അവൻ്റെ രക്ഷയെ നാം സ്വായത്തമാക്കുമോ? അങ്ങനെ നാം ചെയ്താൽ ഈ പഠനം അന്വർത്ഥമായി. May the grace of our Lord Jesus Christ be with you till we meet again with yet another episode. I bless you in Jesus' name. Amen.